എല്ലാ നന്മ നിറഞ്ഞ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് പോവാം. സുബ്രഹ്മണ്യസ്വാമിയുടെ വാഹനമാണ് മയിൽ. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ തിരുമുടിയിൽ മയിൽപീലികൾ ഒരു അലങ്കാരമായിട്ടുണ്ട്. മയിൽപീലിയും ഓടക്കുഴലും മാത്രം മതി ഭക്തർക്ക് കൃഷ്ണൻ്റെ സാന്നിധ്യം അനുഭവപ്പെടാൻ. സാധാരണ മയിൽ എന്ന് പറയുമ്പോൾ ആൺമയിലിനെയാണ് ഓർമ്മ വരിക. എന്നാൽ ആൺമയിലിനും പെൺമയിലിനും നീണ്ട മനോഹരമായ പീലികൾ ഉണ്ട്. എന്നാൽ ഇവ രണ്ടും രൂപത്തിൽ കാര്യമായ വ്യത്യാസമുണ്ട്. എന്നാൽ പെൺമയിലിന് നീണ്ട പീലി ഇല്ല. പൊതുവെ മയിലുകളെ ഭാരതത്തിലും ആഫ്രിക്കയിലുമാണ് കണ്ടുവരുന്നത്. കേരളത്തിൽ ഇവയെ ഏറ്റവും അധികം കാണുന്നത് പാലക്കാട് ജില്ലയിലാണ്. കുറച്ചു ദൂരം മാത്രമേ ഇവയ്ക്ക് പറക്കാനാകൂ. ഇവയ്ക്ക് സൂക്ഷ്മമായ കേൾവിയും കാഴ്ചശക്തിയും ഉണ്ട്. ശത്രുക്കളുടെ ആഗമനം ഇവയ്ക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാകും. ഇനി നമുക്ക് മയിൽപീലി കൊണ്ടുള്ള ചില ഗുണങ്ങൾ നോക്കാം. തലയിണയുടെ അടിയിൽ മയിൽപീലി വയ്ക്കുന്നത് ഐശ്വര്യം നൽകും എന്നാണ് വിശ്വാസം. അതോടൊപ്പം പോസിറ്റീവ് എനർജി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 2 മയിൽപീലികൾ ബെഡ്റൂമിൽ വയ്ക്കുന്നത് ഉത്തമമാണ്. മയിൽപീലികൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് വാസ്തുശാസ്ത്രവും പറയുന്നുണ്ട്. സ്വീകരണമുറിയിൽ കിഴക്കുവശത്തായി മയിൽപീലി വയ്ക്കുന്നതാണ് ഏറെ ഗുണകരം. പാമ്പും പല്ലിയുമൊക്കെ വീട്ടിൽ വരുന്നത് ഒഴിവാക്കാനും ഇത് ഉപകാരപ്പെടും. ഇപ്പോൾ ഭക്തർ നൽകുന്ന മയിൽപീലികൾ വഴിപാടായി പല ക്ഷേത്രങ്ങളിലും സ്വീകരിക്കുന്നില്ല. ഭാരതത്തിൽ വീടുകളിൽ നിയമം അനുസരിച്ച് ഇവയെ വളർത്താനും പാടില്ല. എന്നാൽ അവ സ്വയം പറന്നു വരികയാണെങ്കിൽ ആ വീട്ടുകാർക്ക് ഐശ്വര്യം ഉണ്ടാകുമെന്നും ശത്രുനാശം സംഭവിക്കുമെന്നാണ് പറയപ്പെടുന്നത്. മയിൽ നമ്മുടെ ദേശീയ പക്ഷിയാണ്. യാത്ര പുറപ്പെടുമ്പോൾ മയിലിനെ കാണുകയാണെങ്കിൽ പോകുന്ന കാര്യം വിജയിക്കും എന്നാണ് പറയപ്പെടുന്നത്. മയിലിന് സ്വപ്നം കാണുന്നത് ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നതിൻ്റെ സൂചനയായും പറയപ്പെടുന്നു. ഇന്ത്യയിലെ ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന ഭക്തരുടെ ശരീരത്തിൽ പൂജാരി മയിൽപീലി കൊണ്ട് തട്ടുകയും ഒഴിയുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ദോഷങ്ങളും ദുരിതങ്ങളും മാറുമെന്നാണ് വിശ്വാസം.